ജനങ്ങളെ സേവിക്കുന്നതിലാണെന്ന് മനസ്സിലാക്കി ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി അതിൽ മനുഷ്യൻ മാത്രമല്ല ജീവജാലങ്ങൾക്ക് വേണ്ടി പരിപൂർണമായി തൻ്റെ സമയത്തെ മാറ്റിവെച്ച മഹാമനീഷിയാണ് മഹാനാമത് അഹ്മദ് ബിൻ റിഫായി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിയല്ലോ, ഔലിയാക്കളുടെ ഉന്നതമായ പദവിയിലേക്ക് എത്തിയത് കണ്ട് നിങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രയും ഉന്നതമായ തലത്തിലേക്ക് എത്താനുള്ള കാരണമെന്താണ്? അഹ്മദ് ബിൻ റിഫായി റളിയല്ലാഹു അൻഹു 3 കാര്യങ്ങളാണ് അത് എഴുതി പറഞ്ഞത്. ഒന്ന്, തഅല്ലം അംറല്ലാഹ്, അള്ളാഹുവിൻ്റെ കാര്യത്തെ വലുതായി കാണുക. നമസ്കാരം, നോമ്പ്, ഖുർആനത്ത്, വിക്ർ, ഔറാദ്, ഹജ്ജ് എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിപൂർണമായി ശ്രദ്ധ ചെലുത്താൻ നമ്മൾ തയ്യാറാണ്. റബ്ബിൻ്റെ കാര്യത്തെ ഒന്നാമതായി കാണുക. ബാങ്ക് വിളിച്ചാൽ ഉടനെ നമസ്കരിക്കുന്ന ഒരു ശീലം, മറ്റുള്ളതാകുന്ന ദുന്യവിയായ എല്ലാ ചിന്തകളെയും വിട്ട് റബ്ബിൻ്റെ കാര്യങ്ങളെ പരിപൂർണമായി മുറുകെ പിടിച്ചതിൻ്റെ കാരണം കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് എനിക്ക് ഉയർച്ച കിട്ടിയത് എന്ന് മഹാനാകുന്ന സയ്യിദ് അഹ്മദ് ബിൻ റിഫായി റളിയല്ലാഹു അൻഹു. രണ്ടാമതായി അദ്ദേഹം ഉയർച്ചയിലെത്താനുള്ള കാരണം അദ്ദേഹം പറയുന്നത് വതശ്ഫഖ് അലാ ഖൽഖില്ലാഹി, അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് ജീവജാലങ്ങളോട് വലിയ കൃപയും കാരുണ്യവും വെച്ച് പുലർത്തിയതിൻ്റെ കാരണം കൊണ്ടാണ് ഈ ഉന്നതമായ സ്ഥാനം എനിക്ക് അലങ്കരിക്കാൻ കാരണം. നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം. ഒരു നായയെ, ജനങ്ങൾ മുഴുവനും കുഷ്ഠരോഗം ബാധിച്ച ഒരു നായയെ ആട്ടി ഓടിക്കുകയാണ്. ഒരാളും അടുക്കുന്നില്ല, എല്ലാവരും കല്ലെറിഞ്ഞ് ഓടിക്കുന്നു. ആ നായയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ടവർ നദിയുടെ തീരത്ത് ഒരു ടെൻറ്റ് കെട്ടി 40 ദിവസം അതിനെ ശരീരത്തിൽ മരുന്ന് പുരട്ടിക്കൊണ്ട് പരിപൂർണമായി ശിവപ്പെടുത്തുന്നത് വരെ നിലകൊള്ളുകയാണ്. അവസാനം ചൂടുവെള്ളം കൊണ്ട് അതിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി അതിൻ്റെ രോഗങ്ങൾ പരിപൂർണമായി ശിഫയായതിനു ശേഷമാണ് 40 ദിവസത്തിന് ശേഷമാണ് അവിടെ വിട്ടുപോയതാണ്. ആ നായയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളും എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് നായയെ ശുശ്രൂഷിക്കാൻ മാത്രമായിട്ട് അദ്ദേഹം മാറ്റിവെക്കുക. തൻ്റെ നമസ്കാരങ്ങൾക്കോ തൻ്റെ ഇബാദത്തുകൾക്കോ യാതൊരുവിധ കോട്ടമുണ്ടായിരുന്നില്ല ഈ നായയെ ശുശ്രൂഷിക്കുന്നതിൻ്റെ പേരിൽ. നമുക്കറിയാം, നമ്മുടെ മദ്ഹബിൽ മുഹല്ലദായ നജസാൻ, നായയെ തൊട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നായ നനവോടുകൂടിയാണ് സ്പർശിച്ചത് എങ്കിൽ 7 പ്രാവശ്യം വെള്ളത്തിൽ കഴുകുകയും 1 പ്രാവശ്യം മണ്ണ് കലർത്തി വെള്ളത്തിൽ തന്നെ കഴുകുകയും ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ മദ്ഹബ്. അങ്ങനത്തെ ഒരു നായയോട് ഇടപഴകുകയാണ് നായ കുഷ്ഠരോഗം ബാധിച്ചുകൊണ്ട് ജനങ്ങൾ മുഴുവനും ആട്ടി ഓടിക്കുന്ന, ആര് കണ്ടാലും ഒന്ന് മാറി നിൽക്കുന്ന, അറക്കുന്ന, വെറുക്കുന്നതാകുന്ന ഈ നായയെ പരിപൂർണമായി ശുശ്രൂഷിച്ചുകൊണ്ട് ജനങ്ങൾ സമയത്ത് അതിനോട് സ്നേഹം പ്രകടിപ്പിച്ചു. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ റിഫായി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, കൂട്ടുകാരോട് പറയുന്നു, അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തോട് പറയുന്നു, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ എന്നെ എന്തെങ്കിലും വലുതായി കാണുന്നുണ്ടെങ്കിൽ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണം നിങ്ങൾ ഈ പറയുന്നതല്ല, ഞാൻ സൃഷ്ടികളോട് അള്ളാഹുവിൻ്റെ ജന്തുജാലങ്ങളോടൊക്കെ വലിയ കാരുണ്യം വെച്ച് പുലർത്തിയതിൻ്റെ കാരണത്താലാണ് റബ്ബ് എന്നെ ഉയർത്തിയത് എന്ന് മഹാനാകുന്ന അഹ്മദ് ബിൻ റിഫായി റളിയല്ലാഹു അൻഹു. അപ്പോൾ നമ്മളും ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഈ അടുത്ത് നമ്മുടെ വയനാട് ജില്ലയിൽ ഒരു സഹോദരി ഒരു നായയുടെ എല്ല് തൊണ്ടയിൽ കുടുങ്ങിയപ്പോൾ അത് എടുത്തു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു ചിത്രം നമ്മളെല്ലാവരും അത് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളൊക്കെ വലിയ സന്തോഷം പകർന്ന ഒരു വാർത്ത കൂടിയാണത്. കാരണം സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ മുസ്ലിമീങ്ങളുടെ എന്തെങ്കിലും കുറ്റവും കുറവും നോക്കിക്കൊണ്ട് നാട്ടുകാർ മുഴുവനും, പ്രത്യേകിച്ച് ഇതര സമുദായത്തിലുള്ള ആളുകളും നിരീശ്വരവാദികളും കൊത്തിവലിക്കാൻ വേണ്ടി കണ്ണുകൂടി കാത്തിരിക്കുന്ന വേളയിൽ അൽഹംദുലില്ലാഹ് ആ സഹോദരിയുടെ ആ ദൃശ്യം നമ്മുടെയൊക്കെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. പിന്നീട് ആ നായയുടെ തൊണ്ടയിൽ കുടുങ്ങിയ എല്ലാവർ എടുത്തു കൊടുത്തതിൻ്റെ പേരിൽ ആ നായ പിന്നീട് വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ അതിലേക്കൂടെ പോകുമ്പോൾ ആ താത്തയെ കാണുമ്പോഴത്തേക്കും അവരെ ചെന്നുകൊണ്ട് വണങ്ങുകയും ബഹുമാന ആദരവുകൾ വെച്ചുകൊണ്ട് വാലാട്ടി സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ വീഡിയോ ദൃശ്യം നമ്മളെല്ലാവരും കണ്ടതാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ടതാകുന്ന അഹ്മദ് ബിൻ റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞതിൽ വലിയ പാഠമുണ്ട്, വലിയ മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. നമ്മളൊക്കെ ഈ വീട്ടുകളിൽ കോഴിയെ വളർത്തുന്നവരുണ്ട്, താറാവിനെ വളർത്തുന്നവരുണ്ട്, പൂച്ചയെ വളർത്തുന്നവരുണ്ട്, പെറ്റ്സുകളെ വളർത്തുന്നവരുണ്ട്. പക്ഷേ ഇതിനൊക്കെ കൃത്യമായി ആഹാരങ്ങൾ കൊടുക്കാതിരുന്നാൽ, കൃത്യമായി അതിനെ നോക്കേണ്ട രീതിക്ക് നോക്കാതിരുന്നാൽ അത് നേരെ തിരിച്ചടിയാകും, വലിയ വിപത്തായി മാറും. എപ്പോഴും നമ്മൾ കരുതലോടുകൂടി അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇത്തരത്തിലുള്ള യാത്ര പോകുമ്പോൾ, പ്രത്യേകിച്ച് ഉംറയ്ക്കൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഉസ്താദുമാർ ക്ലാസ്സിൽ പറയാറുണ്ട്, നമ്മൾ യാത്രയ്ക്ക് വേണ്ടി പോവുകയാണ്, ഉംറയ്ക്ക് വേണ്ടി പോവുകയാണ്, അതുകൊണ്ട് എല്ലാവരും ആ സമയത്ത് നമ്മുടെ ഉത്തരവാദിത്തത്തിലുള്ളതാകുന്ന മൃഗങ്ങളുടെ കാര്യങ്ങൾ പരിപൂർണമായി ബന്ധുക്കളെയോ സൗഹൃദത്തിലുള്ളവരെയോ ബന്ധുക്കളെ ആരെങ്കിലും അതിൻ്റെ ഭക്ഷണ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് പോകണം. കാരണം നമ്മൾ വരുന്നത് വരെ അതിന് തീറ്റി കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാവരുത്, ബുദ്ധിമുട്ടാവരുത്. വന്നാലും നമ്മൾ ചെയ്യുന്ന അമലുകൾ നിഷ്ഫലമായി പോകും, പരിപൂർണമായി തകർന്നു പോകും എന്ന് ഉലമാക്കൾ തന്നെ നമ്മളെ പഠിപ്പിക്കാറുണ്ട്. നമ്മളതനുസരിച്ച് ചെയ്യാറുമുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയ പാഠമാണ് എല്ലാ ജീവജാലങ്ങളോടും, അതിൽ മനുഷ്യരോട് വരെ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരിക്കലും ഒരു കള്ളം വന്നു.
കള്ളം വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നുകൊണ്ട് തൊലിഗോതമ്പിൻ്റെതാകുന്ന ഗോതമ്പ് കൊണ്ടുപോകാൻ. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ ആ കള്ളനെ പുറകിൽ ചെന്നിട്ട് പിടിച്ചു നിർത്തി. അവരെ പിടിച്ചു നിർത്തി. പെട്ടെന്ന് കള്ളം വല്ലാതെ പേടിച്ച് ഭയപ്പെട്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, കള്ളനോട് ബഹുമാനപ്പെട്ട അഹ്മദ് കബീർ റിഫായി തങ്ങൾ പറയാൻ, നീ കൊണ്ടുപോകുന്ന ഗോതമ്പ് അത് തൊലി ഗോതമ്പാണ്. ഇനി അത് വീട്ടിൽ പോയിരുന്നിട്ട് അത് തൊലി മുഴുവൻ കളയണം. ഇന്നത്തെ പോലെ വിഷയ സമ്പ്രദായമൊന്നുമില്ല. അതുകൊണ്ട് നീ ഇത് പേറ്റി ഇടങ്ങേറാക്കി പിന്നെ ഇത് കൊണ്ടുവന്ന് ഉണക്കി പൊടിപ്പിച്ച് എത്ര ദിവസം കഴിക്കണം ഇതുകൊണ്ട് കഴിക്കണമെങ്കിൽ? വിശന്നിട്ടല്ലേ നീ ഇത് ചെയ്തത്? എന്നാൽ നീ വാ, ഇതവിടെ വെച്ചേക്കെന്ന് പറഞ്ഞ് ആ ഗോതമ്പിൻ്റെ ചാക്ക് അവനെ കൂടെ വെപ്പിച്ചിട്ട് അതിന് തത്തുല്യമായ ഒരു ചാക്കിൻ്റെ ഒരു ഗോതമ്പ് പൊടിയെടുത്ത് ബഹുമാനപ്പെട്ടവർ കൊടുക്കാൻ അഹ്മദ് കബീർ റിഫായി റളിയല്ലാഹു. കാരണം എന്തിനാ? നിനക്ക് ഭക്ഷണം കഴിക്കാനല്ലേ. ഇനി വീട്ടിൽ പോയിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞ് ഇത് കൊണ്ടുവന്ന് ഉണക്കി പൊടിച്ചിട്ട് സമയം കളയണ്ട. ഇതാ നീ കൊണ്ടുപോയിക്കോ, ഒരു ചാക്ക് നിറച്ച് ഗോതമ്പ് പൊടി കൊണ്ടുപോയിക്കോ, നിന്റെ ആവശ്യം പോലെ ഉപകരിച്ചോ എന്ന് പറയാം. ഈ സഹോദരൻ സന്തോഷത്തോടുകൂടി കള്ളൻ തന്നെ വിചാരിച്ചത് എന്ത് യജമാനാണ്? ഹലാക്ക് പിടിച്ച യജമാനൻ. ബോധമില്ലാത്ത മനുഷ്യനാണ് ചിന്തിക്കാൻ. ഏറ്റവും ബോധമുള്ള മനുഷ്യൻ, ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ, കാരണം ആഹാരം കരഗതമാക്കാൻ ഏറ്റവും ഉപകരിക്കുന്ന മനുഷ്യൻ. വിശക്കുന്നവർക്കല്ലേ ആഹാരം കൊടുക്കേണ്ടത്. വിശപ്പ് കൊണ്ടാണല്ലോ അദ്ദേഹം ഇത് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ വിശപ്പിനാണ് നിൽക്കുകയാണല്ലോ. എന്നാൽ ഇനി കൊണ്ടുപോയി ഇനി സമയം കളയേണ്ടതില്ല, വേഗം ഈ ഗോതമ്പ് തന്നെ കൊണ്ടുപോയിട്ട് റൊട്ടി ഉണ്ടാക്കി കൊടുക്കും മഹാനാകുന്ന അഹ്മദ് കബീർ റിഫായി റളിയല്ലാഹു. കള്ളനോടുള്ള സമീപനം വരെ ഇതാണ്. അപ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ. എല്ലാവരോടും ഇത് തന്നെ. പോകുന്ന വഴിയോ അദ്ദേഹത്തെ വീണ്ടും പോയി പുറകെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ വിളിച്ചത് ബുദ്ധിമുട്ടിക്കാനല്ല. ഞാൻ ആദ്യം വീട്ടിലേക്ക് കയറി വന്നപ്പോൾ നീ ഗോതമ്പിൻ്റെ ചാക്കുമായിട്ട് പോകുന്ന ഘട്ടത്തിൽ എൻ്റെ മുന്നിൽ വന്ന് പെടുകയും ഞാൻ നിന്നെ പെട്ടെന്ന് പിടിച്ചു നിർത്തുകയും ചെയ്തപ്പോൾ നീ അപ്പോൾ ഭയന്നിട്ടുണ്ടാകും. അങ്ങനെ എന്തെങ്കിലും ഭയപ്പാടുണ്ടായെങ്കിൽ നാളെ മഹ്ശറിൽ അതിൻ്റെ പേരിൽ ഈ പാവപ്പെട്ട അഹ്മദ് കബീറിനെ പിടിച്ചു നിർത്തരുതേ, എനിക്ക് മാപ്പ് തരണേ എന്ന് മഹാനാകുന്ന അഹ്മദ് കബീർ റിഫായി റളിയല്ലാഹു. ഈ വാക്കും കൂടെ പറഞ്ഞപ്പോൾ കള്ളൻ അദ്ദേഹത്തിൻ്റെ പൊടി നിലത്ത് വെച്ചിട്ട് കൈപിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് ഇനി ഒരിക്കലും ഞാൻ കക്കൂല എന്ന് പറഞ്ഞ്, കളവ് ഞാൻ നടത്തൂല എന്ന് പറഞ്ഞ് മഹാനാകുന്ന അഹ്മദ് കബീർ റിഫായി തങ്ങളുടെ മുമ്പാകെ തൗബ ചെയ്ത ചരിത്രമാണ് സഹോദരങ്ങളെ ലോകത്തിന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയേറെ ജീവികളോട് മാത്രമല്ല, ജന്തുജാലുക്കളോട് മാത്രമല്ല, മനുഷ്യരോട് വരെ, കള്ളരോട് വരെ പരിപൂർണമായി കരുണയോടുകൂടി വർദ്ധിച്ച വ്യക്തിത്വമാണ് നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമുക്കറിയാം, അഷ്റഫുൽ ഖൽഖി ലോകത്തേക്ക് നിയോഗിതനായത് തന്നെ കാരുണ്യമായിട്ടാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ആലമീൻ. ലോക ജനതയ്ക്ക് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ തങ്ങളെ ഈ ലോകത്തിൻ്റെ നെറുകയിലേക്ക് നാം അയച്ചിട്ടില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. റഹ്മത്തുൽ ആലമീനാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകരുടെ പരമ്പരയിൽ വന്ന ആ പ്രവാചകരുടെ പേരക്കുട്ടിയാണ് ആര്? മഹാനാകുന്ന അഹ്മദ് കബീർ റിഫായി റളിയല്ലാഹു അൻഹു. 7ാമത്തെ വയസ്സിൽ ഖുർആൻ പരിപൂർണമായി മനഃപ്പാഠമാക്കി തൻ്റെ മരണം വരെയും പരിപൂർണമായി ഖുർആൻ ചേർത്ത് പിടിക്കുകയും ചെയ്ത മഹാനാകുന്ന അഹ്മദ് കബീർ റിഫായി റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കണം, ഖുർആനുമായി അഭേദ്യമായ ബന്ധം. 7ാമത്തെ വയസ്സിൽ ഹാഫിള്, വെറുതെ പഠിച്ചിട്ട് പിന്നീട് മറന്നു പോകുന്ന ശൈലിയല്ല, ഖുർആനുമായിട്ടുള്ള ബന്ധം ഇൽമിൻ്റെ വഴിത്താരിൽ തന്നെ നിലകൊള്ളുന്നു. 40 വയസ്സായപ്പോൾ ബഗ്ദാദിൻ്റെ മണ്ണിൽ അറിയപ്പെട്ട ഏറ്റവും വലിയ ഉന്നതനായ ആലിമും തഖിയും നഖിയും വരിഅമുള്ള ആളായി മാറി. അത്രയേറെ സൂഫി സൽസരണിയിൽ ഉന്നത ശ്രേണിയിൽ വിരാജിക്കുന്ന വ്യക്തിത്വമായി മാറി. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആശീർവാദം കാത്തു നിൽക്കുന്നു. അറഫ മൈതാനിയിലേക്ക് അദ്ദേഹം ഒരിക്കൽ പോയ സമയത്ത് അവിടുന്ന് വിളിച്ച വിളിയാണ്, അവിടുന്ന് കേട്ട ശരീരിയാണ്, യാ സുൽത്താൻ അൽ ആരിഫീൻ. ആരിഫീങ്ങളുടേതാകുന്ന സുൽത്താൻ, രാജാവ് എന്നുള്ള വിളി അറഫ മൈതാനിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ആശീർവാദമാണ്. അദ്ദേഹം പറയുന്നു, പിന്നീട് ഞാൻ ഈ നാടാകുന്ന ഉമ്മു മഅബദ് എന്ന് പറയുന്ന ഈ നാട്ടിലേക്ക് പിന്നീട് തിരിച്ചു വരുമ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിയിലുള്ളതാകുന്ന ബഗ്ദാദ് നഗരത്തിൻ്റെ വീതിയിലുള്ള മുഴുവൻ ഔലിയാക്കളും എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയും എൻ്റെ കരം പിടിച്ച് ചുംബിച്ചുകൊണ്ട് അവരെല്ലാവരും ഖബിൽനാക, ഞങ്ങൾ നിന്നെ സ്വീകരിച്ചിരിക്കുന്നു, സുൽത്താനുൽ ആരിഫീനായി. ഔലിയാക്കളുടെ നേതൃത്വം. ആരിഫീൻ എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിനെ നല്ലതുപോലെ അറിഞ്ഞ മാരിഫത്തിൻ്റെ അറിവ് കൊണ്ട് അറിഞ്ഞവർക്കാണ് ആരിഫി എന്ന പദം പറയുക. സാധാരണ സുൽത്താനുൽ ഔലിയ അല്ല, പിന്നെന്താണ് സുൽത്താനുൽ ആരിഫീൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുക. ഇത് വിശേഷണം കിട്ടിയത് ലോകം അദ്ദേഹത്തിന് കൊടുത്ത അംഗീകാരമാണ്. അറഫ മൈതാനിയിൽ വെച്ചുകൊണ്ട് കിട്ടിയ പേരാണ്. ആ ഹജ്ജ് നിർവഹിച്ചിട്ട് തിരിച്ചു വരുന്നതാകുന്ന വേളയിൽ എല്ലാ ഔലിയാക്കളും, ബഗ്ദാദിൻ്റെ നഗരവീതിയിലുള്ള സർവ്വ ഔലിയാക്കളും, അക്കാലഘട്ടത്തിലുള്ള ഹിജറ 500-ലുള്ളതാകുന്ന മഹത്തുക്കൾ, മഹാന്മാർ മുഴുവനും അദ്ദേഹത്തെ ആദരിച്ചു, അദ്ദേഹത്തിൻ്റെ കരം പിടിച്ച് ചുംബിച്ചു. ബഹുമാനപ്പെട്ടവർ നിസ്സാരക്കാരനല്ല. കാരണം ലോക ചരിത്രത്തിൽ ഇന്നും അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഏറ്റവും മനോഹരമാക്കപ്പെട്ട 2 വരികളുണ്ട്. അത് ബഹുമാനപ്പെട്ടവരുടേതാണ്. അദ്ദേഹം പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പോയി റൗള ഷരീഫിൽ ചെന്നു. റൗള അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് മനോഹരമായി 2 വരി കവിത പാടുകയാണ്. തുഖബ്ബിറുൽ അർള അൻനി വഹിയ
فهذه نوبة الأشباح قد ظهرت فامدد يديك لكي تحظى بها شفتي. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് മനോഹരമായി രണ്ട് വരി പാടി. എന്താ പാടിയതിന്റെ അർത്ഥം എന്താ? ഫി ഹാലത്തിൽ ബുഅദി കുന്തി റൂഹു ഉർസിലുഹാ, ഞാൻ എന്റേതാകുന്ന റൂഹിനെ, ആത്മാവിനെ ബഗ്ദാദിൻ്റെതാകുന്ന ഒരറ്റമാണിത്. ഇറാഖിന്റെ ഒരു നഗരത്തിന്റെ ഒരറ്റം. നമ്മളിന്ന് ബഗ്ദാദിൽ നിന്ന് രാവിലെ പുറപ്പെട്ട് മൊയ്തീൻ നഗരത്തിൽ നിന്ന് ഇവിടേക്ക് 400 കിലോമീറ്ററാണ്. ഇപ്പം എൻ്റെ നാട്ടിൽ നിന്ന് കോട്ടയത്ത് നിന്ന് കാസർഗോഡ് വരെ 400 കിലോമീറ്ററാണ്. അത്രയേറെ ദീർഘദൂരം സഞ്ചരിച്ചിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആലോചിക്കണം നിങ്ങൾ, ഇന്ന് ഈ നഗരവീഥികളും വഴികളും റോഡുകളും വളരെ സൗകര്യമായപ്പെട്ട റോഡായതുകൊണ്ടാണ്. ഇവിടെയൊക്കെ പഴയകാലത്ത് ടാറിട്ട റോഡില്ല, സൗകര്യങ്ങളില്ല. അന്ന് അക്കാലഘട്ടത്തിൽ 10 കൊല്ലം 20 കൊല്ലം മുമ്പൊക്കെ വന്ന ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എത്രയോ പ്രയാസം സഹിച്ചിട്ടായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. ഇന്ന് നമുക്ക് ഈ മക്കാമിനകത്ത് തന്നെ എയർ കണ്ടീഷൻ ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വാഹനം എയർ കണ്ടീഷനാണ്. നമ്മളിരുന്ന് ഭക്ഷണം കഴിച്ച ഹാൾ എയർ കണ്ടീഷനാണ്. എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി അല്ലാഹു നമ്മളെ 2025 അവസാന ഭാഗത്ത്